സ്വപ്നങ്ങളോടെയാണ് ഓരോ പെൺകുട്ടിയും സ്വന്തം വീട് വിട്ട് ഭർതൃഗൃഹത്തിലേക്ക് പടിയിറങ്ങുന്നത്. എന്നാൽ കൂടെ ജീവിക്കേണ്ടയാൾ ഒരു കൊടും ക്രൂരനാണെങ്കിലോ? പിന്നീട് അവളുടെ ഓരോ നിമിഷവും നരകതുല്യമായിരിക്കും. മഹാരാഷ്ട്രയിലെ താനെ അംബർനാഥിൽ നിന്നുള്ള 26-കാരിയായ വിശാഖയുടെ കഥയും മറ്റൊന്നല്ല. കഴിഞ്ഞ ഏപ്രിൽ 30-നായിരുന്നു ഡോക്ടറായ നിതിൻ തിലക്കറുമായി വിശാഖയുടെ വിവാഹം. മകൾക്കൊരു നല്ല ജീവിതം കിട്ടുമെന്ന് കരുതിയ മാതാപിതാക്കൾക്ക് തെറ്റി. വിവാഹം കഴിഞ്ഞ് വെറും 47 ദിവസങ്ങൾക്കുള്ളിൽ ഭർതൃവീട്ടിലെ പീഡനം സഹിക്കവയ്യാതെ അവൾക്ക് ജീവനൊടുക്കേണ്ടി വന്നു. വിശാഖയെ നിരീക്ഷിക്കാൻ വീടിന്റെ മുക്കിലും മൂലയിലും ഡോക്ടറായ ഭർത്താവ് CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. അവൾ ആരോട് സംസാരിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അയാൾ സദാ നിരീക്ഷിച്ചു. ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ ക്രൂരമായ മർദ്ദനമായിരുന്നു പ്രതിഫലം. സ്വന്തം വീട്ടിൽ ഒരു തടവുകാരിയെ പോലെയാണ് അവൾ കഴിഞ്ഞിരുന്നത്. ശാരീരികവും മാനസികവുമായ ഈ പീഡനങ്ങൾക്കൊടുവിൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ പോലും കഴിയാതെ അവൾ ജീവിതം അവസാനിപ്പിച്ചു. മരിക്കുന്നതിന് മുമ്പ് അവൾ അമ്മയോട് ഈ ദുരിതങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മകളെ ആ നരകത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ മാതാപിതാക്കൾ തയ്യാറെടുക്കുന്നതിനിടെയാണ് വിശാഖ തൂങ്ങി മരിച്ചെന്ന വാർത്ത അവരെ തേടിയെത്തിയത്. വിവാഹത്തിന് തങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്നും കൂടുതൽ സ്വർണവും പണവും വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഭർതൃ വീട്ടുകാരുടെ ഈ ക്രൂരത. സംഭവത്തിൽ അംബർനാഥ് ശിവാജി നഗർ പോലീസ് ഡോക്ടർ നിതിൻ തിലക്കറെ അറസ്റ്റ് ചെയ്തു. ഭർതൃമാതാവ് ഛായ തിലക്കർ, സഹോദരൻ നിനാദ് തിലക്കർ എന്നിവർ ഒളിവിലാണ്. ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റ് 2 പെൺകുട്ടികളെ കൂടിയാണ്. ഭോപ്പാലിലെ ടിഷ ശർമ്മയെയും ഗ്രേറ്റർ നോയിഡയിലെ ദീപിക നാഗറിനെയും. ഉന്നത വിദ്യാഭ്യാസവും സാമ്പത്തിക ചുറ്റുപാടുകളുമൊന്നും ഇന്നും സ്ത്രീധനമെന്ന വിപത്തിൽ നിന്ന് പെൺകുട്ടികളെ രക്ഷിക്കാൻ പര്യാപ്തമല്ലെന്ന വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ മരണങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.